ഹലോ ഗൈസ്, വർഷം 2002 മഹീന്ദ്ര അവരുടെ ഒരു താളം മാറ്റിയ വണ്ടി എന്ന് പറയുന്ന ഒരു സാധനം അവരിറക്കി ഗൈസ്. വണ്ടി ഇപ്പോൾ ഞാൻ പറഞ്ഞ ഡയലോഗിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. വണ്ടിയുടെ പേര് ഈസ് മഹീന്ദ്ര സ്കോർപിയോ ഗൈസ്. മഹീന്ദ്ര സ്കോർപിയോ വന്നിരുന്ന ഒരു ഡീസൽ എൻജിൻ്റെ ആയിരുന്നു. അതായത് നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ള SUVs, അതായത് അതിന് മുമ്പ് വന്നിരുന്ന SUVs എല്ലാം തന്നെ ഒരു ഓഫ് റോഡ് സ്പെക്ക് മാത്രമായിരുന്നു വന്നിരുന്നത്. പക്ഷേ ഇതൊരു ഫാമിലി കാറായിട്ടും അതുപോലെ തന്നെ ഓഫ് റോഡ് സ്പെക്കിലും മഹീന്ദ്ര ഇറക്കി ഒരു ഒറ്റ വണ്ടി എന്ന് വേണമെങ്കിൽ പറയാം ഗൈസ്. അന്നും ഇന്ന് റോഡിൻ്റെ രാജാവായിട്ട് ഭരിക്കുന്ന മഹീന്ദ്ര സ്കോർപിയോ ഗൈസ്. ഈ വണ്ടിയെ ഏറ്റവും കൂടുതൽ സ്പെസിഫിക് ആയിട്ട് കാണിച്ചിരുന്നതിൻ്റെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസും അതുപോലെ അതിൻ്റെ ഒരു പവർഫുൾ ആയിട്ടുള്ള എൻജിനും പിന്നെ നമ്മുടെ ഒരു ഡിസൈൻ, അതായത് മൊത്തത്തിലൊരു ആർമി സ്പെക് ഡിസൈന്, ഇതൊക്കെയായിരുന്നു ഗൈസ് ആ വണ്ടിയെ മൊത്തത്തിലൊരു പോപ്പുലർ ആക്കാനുള്ള ഒരു ഫസ്റ്റ് റീസൺ എന്ന് വേണമെങ്കിൽ പറയാം ഗൈസ്. രണ്ടാമത്തെ റീസൺ എന്ന് വേണമെങ്കിൽ പറയാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ യാത്രാസുഖമാണ് ഗൈസ്. ആ ഒരു ചെറിയ കുലുക്കവും എല്ലാം കൂടി വരുമ്പോൾ ആ വണ്ടി പൊളിയാണ് ഗൈസ്. പിന്നെ വരേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വണ്ടി പണിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലും വലിയൊരു വണ്ടി വേറെ ഇതുവരെ ഇറങ്ങിയിട്ടില്ല ഗൈസ്. അതുപോലെ തന്നെ ആ വണ്ടിയുടെ ഡ്രൈവിങ്ങിൽ പവർഫുൾ സെൻസ് തോന്നിക്കും എന്നുള്ളതാണ് അടുത്ത പോയിന്റ്. പിന്നെ ഗൈസ്, ഈ വണ്ടി വന്നിരുന്നത് മൊത്തം കുറേ മോഡൽസ് ഉണ്ട്. പിന്നെ അതിലിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന മോഡൽസ് 2 എണ്ണമാണ്. നമ്മുടെ സ്കോർപിയോയുടെ ക്ലാസിക് സ്കോർപിയോ N ആണ് ഗൈസ്. ഇപ്പോൾ അതായത് ഇപ്പോൾ ഈ 2026-25 ഇയറിൽ പോപ്പുലറായിട്ടിരിക്കുന്ന വണ്ടികൾ എന്ന് പറയുമ്പം. പിന്നെ ഗൈസ്, ഇന്ത്യക്കാരുടെ മനസ്സിൽ അത് ഇടം പിടിക്കാനുള്ള കാരണം അതിൻ്റെ ഒരു ലീഡർഷിപ്പ് ആൻഡ് പവർ ഗൈസ്. പിന്നെ ഒരു അഡ്വഞ്ചർ ചെയ്യാനൊക്കെ പൊളി വണ്ടിയാണ് ഗൈസ്. പിന്നെ